പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. പെർമിഷൻ സ്തുതിയോ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല രാവിലേക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. आशीष भरे अच्छे सुबह के लिए प्रभु को धन्यवाद करते हैं. കർത്താവിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ആരാധനയ്ക്കായി കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയത്. प्रभु की उपस्थिति में बार बार आराधना करने के लिए प्रभु ने हमें यहाँ पर इकट्ठा किया. ഈ ദിനങ്ങളൊക്കെ ദൈവത്തിന്റെ മഹാകൃപയും കരുണയും നമ്മുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ എല്ലാവിധ നന്മകൾക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. प्रभु का अनुग्रह और दया हमारे साथ ही प्रभु के हर एक भलाई के लिए हम उसको धन्यवाद करते हैं. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. और अभी हम प्रार्थना के लिए हमारे सरों को झुकाएं. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. हे पवित्र परमेश्वर स्वर्गीय पिता, तेरे नाम को हम धन्यवाद करते हैं. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. तूने आशीष किए हुए अच्छे समय के लिए धन्यवाद. ഞങ്ങളുടെ ആയുസ്സിൽ കർത്താവ് ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. और एक दिन तूने हमारे आयु में दिया, इसके लिए धन्यवाद. ഈ നാളുകളൊക്കെയും അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ, അങ്ങയുടെ സൂക്ഷിപ്പും പരിപാലനവും അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയായതിനാൽ സ്തോത്രം. और इन दिनों में तेरी देखभाल और तेरी रखवाली को हमने अनुभव किया, इसके लिए धन्यवाद. ഈ പകലങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഈ സമയം ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. और जब आज की सुबह हम स्तुति आराधना करते हो, तेरी उपस्थिति महसूस करने के लिए हमें मदद कर. കർത്താവിന് ഹിതകരമായ യാഗങ്ങളായി ആരാധനയായി ഞങ്ങൾ തിരുവരുവിലായിരിക്കാനിടയാക്കണം. और तेरे जो भावता हुआ प्रसन्न करता हुआ भेंट बलिदान के समान होने के लिए हमें मदद कर. വിവിധ ഇടങ്ങളിൽ ഭവനങ്ങളിലും മറ്റുമായിരുന്നു ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവജനത്തിനായിട്ടും സ്തോത്രം. अलग अलग जगहों से अपने भवनों में हम साथ में मिलकर आराधना करने वाले सभी के लिए प्रार्थना. ജനത്തിലെല്ലാം ദൈവം അനുഗ്രഹിക്കണം. सभी को तो आशीष कर. എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം. तेरे अच्छे भलाइयों के लिए धन्यवाद. ശുശ്രൂഷകളെ ആദരിക്കണമേ. सेवकायों को आदर कर. എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. हर एक महिमा तुझे യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम से ही. ആമേൻ. आमीन. കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. प्रभु को धन्यवाद करते हैं. ഈ രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധിപ്പാൻ ദൈവം നമുക്കായി ഒരു സന്ദർഭം പ്രദാനം ചെയ്തല്ലോ. വളരെ പ്രാർത്ഥനയോട് ഏകാഗ്രതയോട് നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. परमेश्वर ने हमें मौका दिया कि इस सुबह और एक बार उसकी आराधना स्तुति करें. इसके लिए एक मन के साथ, बहुत ही ध्यान के साथ हम इसमें भाग लें. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. और अलग अलग जगहों से इसमें भाग लेने वाले हर एक को प्रभु यीशु के नाम से प्रेम वंदन. കഴിഞ്ഞ ഈ 10 മാസങ്ങൾ ദൈവത്തിന്റെ വലിയ കൃപ നാം അനുഭവിപ്പാനിടയായി. पिछले 10 महीने हम प्रभु के अनुग्रह को महसूस करते हैं. വിശേഷാൽ വലിയ മഹാമാരിയുടെ ഈ വളരെ കഠിനമായ നാളുകളിൽ ദൈവത്തിന്റെ വിശ്വസ്തതയും നമുക്ക് അനുഭവിപ്പാനിടയായി. और इस महामारी के इस बहुत ही डराने वाले दिनों में भी प्रभु की देखभाल और रखवाली हमने देखी. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. और इसके लिए हम धन्यवाद वाले मन के साथ रहे. തുടർന്നുള്ള ചില മിനിറ്റുകൾ നാം ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യും. അതിനായി കൊയറിനെ ക്ഷണിക്കും. हम गाना गाकर उसकी स्तुति और महिमा करेंगे. इसके लिए कोयर आगे कर अगुवाई देंगे. प्रभु को धन्यवाद करते हैं. हालेलुया. एक नया अवसर प्रभु ने हमारे जीवन में दिया, इसलिए प्रभु को धन्यवाद करते हैं. एक नया दिन परमेश्वर ने हमें दान दिया, इसके लिए धन्यवाद करते हैं. हालेलुया. हमारे परमेश्वर आदर के योग्य है. हालेलुया. परमेश्वर हमें हमारे जीवन में होने वाली परेशानी में बचाए. हालेलुया. उस प्रभु को धन्यवाद करते हैं. हालेलुया. उस प्रभु को हम स्तुति और आराधना करेंगे. आए मिलकर प्रभु को आराधना करें. हालेलुया. എന്നുള്ളമേ സ്തുതിക്കാനേ പരനേ തന്നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴാം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴാം. സുഖം നേടിയോ നിന്നെ തേടി വന്ന ഇടയൻ. സുരലോക സുഖം നേടിയോ നിന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവമോ ശമനം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവമോ ശമനം തുറന്നു. എന്നുള്ളവേ സ്തുതിക്കാമേ പരനേ തന്നന്മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴാം.
शत्रु के सामने हालेलुया हमें बचाया हालेलुया हमें हमें आंखों की पुतली जैसे संभाला परमेश्वर हालेलुया शत्रु आए लेकिन हमें बचाया तूने हालेलुया हालेलुया धन्यवाद करते हालेलुया हम तुझे स्तुति करते हालेलुया अब तक तूने चलाया हालेलुया अब तक इतना दान दिया इसलिए धन्यवाद हालेलुया हालेलुया गीत गाते हालेलुया धन्यवाद करते हालेलुया स्तुति करो बेशुमार तेरे दानों के लिए अब तक तूने संभाला मुझे अपनी बाहों में लिए हुए अब तक तूने संभाला मुझे अपनी बाहों में लिए हुए तेरे शत्रु का निशाना तुझ पर होगा ना सफल तेरे शत्रु का निशाना तुझ पर होगा ना सफल आगों की पुतली जैसे
आशीर्वाद कर, हालेलुया। सर भाई बंधु को हालेलुया मैं करते, हालेलुया। मैं अब तक चलाया उसको धन्यवाद, हालेलुया। सारी बीमारी से बचाया उसको धन्यवाद, हर कुछ रोग से दूर किया उसको धन्यवाद, हालेलुया। हमारी जिंदगी में जो आवश्यकता है सब पूरा किया उसको धन्यवाद, हालेलुया। अभी शुरुआत से अब तक हमें चलाया उसको धन्यवाद करते, हालेलुया। आगे भी चलाएंगे, हमें याद करते, हालेलुया। प्रार्थना करते हैं प्रभु यीशु मसीह के नाम से प्रार्थना करते हैं, उत्तर दिया उसको धन्यवाद, यीशु मसीह के नाम से प्रार्थना करते हैं, हालेलुया। आमीन, 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 हालेलुया। അനുഗ്രഹിക്കപ്പെട്ടതായ കാലങ്ങളിലൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഇടയായല്ലോ. इन अच्छे गानों के साथ प्रभु की स्तुति और महिमा हम कर पाए, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. कोयर को धन्यवाद करते हैं। ചില വിഷയങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम कुछ विषयों के ऊपर प्रार्थना करेंगे। ഈ ദിനങ്ങളൊക്കെയും നാം തുടർമാനമായി കർത്താവിന്റെ സന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. हम कई विषयों के ऊपर इन दिनों हम प्रार्थना करते आए ഇന്ന് हैं। പകൽക്കാലവും വിവിധ വിഷയങ്ങൾക്കായി നമുക്കൊരു മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. आगे भी और विषयों के ऊपर हम प्रार्थना करें। ഭവനങ്ങളിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനാ വേളയിൽ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഓർപ്പിക്കുകയാണ്. और जो कोई भी भवन में है, इन विषयों के ऊपर एक मन के साथ हम ध्यान के साथ प्रार्थना करें। വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാണ്. और विश्वास के साथ प्रार्थना फल देती है। ഒരുക്കത്തോടെ ഏകാഗ്രതയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തുകയെല്ലാം और तैयारी के साथ, बहुत ही ध्यान के साथ अपने प्रार्थना विषयों को लेकर हम प्रभु के सम्मुख जाए। നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പ്രിയ താരദാസി സനിത ജോർജിനെ ക്ഷണിക്കുന്നു. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. और प्रार्थना के विषयों को लिए प्रार्थना करने के लिए सिस्टर अनिता जॉनसन को आगे बुलाते हैं। हम सब एक साथ प्रार्थना करें। പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രമായി ദുർവിശ്വസമാകുമാറാത്തതുമായ ദൈവമേ, പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, വിശ്വാസത്തിന്റെ മത്സരത്തിനായ കർത്താവേ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കർത്താവിനെ സംഘടിതമാകും, കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഭാഗ്യത്തിനായ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ വർഷകാലം കർത്താവപ്പെട്ടത് ഞങ്ങൾ പരമാതിശയമായ ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായ സ്തോത്രം. കർത്താവ് ഈ വർഷത്തിന്റെ കഴിഞ്ഞ 10 മാസക്കാലം കർത്താവ് പെട്ടെന്ന് ഞങ്ങൾ പരമാതിശയമായി സൂക്ഷിച്ചല്ലോ. അമേനർത്ഥങ്ങളും പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ ഞങ്ങളെ പിടിപ്പിച്ചതിനായ സ്തോത്രം. കർത്താവെ, എല്ലാ നന്മകളുടെ ഉപകാരങ്ങളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഒരു വിശുദ്ധ കാലം കൂടി ദൈവം ഞങ്ങളുടെ ജീവിതദാനമായി തന്ന കൃപയ്ക്കായ സ്തോത്രം. ഇന്ന് കാലം ദൈവകരങ്ങൾ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിവിധ ഫലങ്ങളായ കർത്താവെ, അതിനെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ദൈവം സ്വർഗം സന്തോഷിക്കുന്ന ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കാഴ്ചവെപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായ നിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കായ സ്തോത്രം. എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സഹായിക്കണതിന്റെ ജ്ഞാനത്താലും വേഗത്താലും ദൈവകൃപയാലും അഭിഷേകത്താലും അവരെ നിറയ്ക്കണേ. വർഷം തന്നെ പഠനത്തിൽ കർത്താവ് ഈ ലോകത്തിന് മോഹങ്ങളൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിക്കുവാൻ ദൈവം അനുവദിക്കല്ലേ. കർത്താവ് ദൈവത്തിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ വർഷക്കാല കർത്താവ് കുഞ്ഞുങ്ങളെ സഹായിക്കണേ. ദൈവത്തിന്റെ കൃപാവരമേ പാരണമേ. ഞങ്ങളുടെ ഓരോക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രായത്തെ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. ദൈവത്തക്കതായ തുണയെ ദൈവം കൊണ്ട് ഒരുക്കിയെടുക്കണമേ. പതിവായി സാമ്പത്തിക ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടുണ്ടല്ലോ കർത്താവ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ദൈവരോഗികളായ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവ്. ദൈവസഭയെ കുറ്റമായി ഏൽപ്പിക്കുന്ന ദിവസം പുതിയ ആ വ്യക്തികളൊക്കെ ദൈവമേ സാന്നിധ്യത്തോട് ചേർത്ത് പണിയുവാൻ സ്വന്തം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എത്രയും പെടുന്ന കർത്താവെ, ഞങ്ങളുടെ ആരാധനയൊക്കെ ആരംഭിക്കുവാൻ സ്വന്തം സഹായിക്കണമേ. ദൈവമേ, പകർച്ചവ്യാധിയുടെ കർത്താവ് പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ പട്ടണങ്ങളെല്ലാം നീ വിടിവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ദേവദാസന്മാരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ സെക്രട്ടറി ഡിസ്ട്രിക്റ്റിലെ പ്രവർത്തനങ്ങൾക്കായ സ്തോത്രം. കർത്താവിന്റെ പേരിൽ അധ്വാനിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായ കുടുംബങ്ങൾക്കായ ദൈവസഭകൾക്കായ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവനെ സഹായിക്കുക. ആവശ്യങ്ങൾ ജയത്തോടെ നടത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂമി പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്രയ്ക്കായ സ്തോത്രം. ഭാരതത്തിന്റെ ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്കായ സ്തോത്രം. കർത്താവ്, ഞാൻ രാജ്യ ദൈവ സമാധാനം സ്വസ്ഥയൊക്കെ തീർപ്പകരുമാറാകണമേ. ദൈവസഭകൾക്കെതിരായ ദൈവജനത്തിനെതിരായ വരുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവെ ദൈവ ഒരു പരിഹാരം കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. നാം വിളിക്കപ്പെടുന്ന ജനങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ ആമേ. നമ്മൾ ദുർഭാരങ്ങളെ വിട്ടുതിരിയുമ്പോൾ ദേശത്ത് സൗഖ്യം വരുത്തുന്ന ദൈവത്തിന്റെ വചനത്തിനായ ശ്രോത ദിവസങ്ങളിൽ വലിയ വിടുതല കർത്താവെ ഞങ്ങൾ ദേശാനുഭവിക്കാൻ തുറന്ന് സഹായിക്കണമേ. വിദേശ രാജ്യങ്ങളായി ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ജോലിക്കാരിലൊക്കെ നിൽക്കൊണ്ടിരിക്കണമേ. ആമേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ
ആയിരങ്ങളെ സൂക്ഷിക്കണമേ. ആമേൻ. സ്തോത്രം. അവരുടെ മക്കളുടെ ആവശ്യങ്ങളെ അത് പ്രവർത്തിക്കണമേ. ജോലിയില്ലാതെ പ്രിയപ്പെട്ടുണ്ടല്ലോ കർത്താവേ, അവർക്ക് വേണ്ടി തക്കതായ വഴികളും ക്രമീകരണമുള്ള നീ ഒരുക്കുമാറാകണമേ. അമേരികളായി പ്രയാസപ്പെടുന്നുണ്ടല്ലോ ഹോസ്പിറ്റൽ ഭവനങ്ങളുമായി കഷ്ടങ്ങളായി പ്രിയപ്പെട്ടു കർത്താവെ. ക്യാൻസർ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ട്, ഹാർട്ട് രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ടല്ലോ കർത്താവെ. വിവിധമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യം എല്ലാവരും ദൈവം സഹായിക്കണമേ. ദൈവദാസന് മാതാസ്യ മനസ്സൗഖ്യമില്ലാത്തതുണ്ടല്ലോ കർത്താവെ, ദൈവർക്ക് വേണ്ടി അത്ഭുതമായ ആമേൻ സൗഖ്യം കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദിവസങ്ങളുമായി എഴുത്തിവാനും മതപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുന്ന അപേക്ഷ എല്ലാ പ്രിയപ്പെട്ട സ്തോത്രം. ഓരോ മക്കളുടെ ആവശ്യങ്ങളെ അത് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സേവനം ചെയ്യുന്ന ആ മക്കളെ എല്ലാ കരങ്ങളെയും ഡോക്ടർമാർ, നഴ്സുമാർ, അങ്ങനെ വിവിധ ജോലി ചെയ്യുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ കർത്താവെ. ദൈവകൃപകളോട് കൂടെ ഇരിക്കണമേ. രോഗങ്ങളുള്ള കർത്താവിനെ വിടിവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് വാക്കാലം ദൈവത്തിന്റെ കരങ്ങളെ സൗനമായി സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ്. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥന കെട്ടിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. परमेश्वर के पवित्र नाम की स्तुति हो. വിവിധ വിഷയങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. अनेक विषयों के ऊपर प्रार्थना करने के लिए प्रभु ने मदद की. തുടർന്നുള്ള ചില സമയങ്ങൾ ദൈവവചന ചിന്തയ്ക്കായിട്ട് നാം അവസരങ്ങൾ ഉദാഹരിക്കുകയും आगे का समय हम परमेश्वर के वचन से मनन करेंगे. പ്രാർത്ഥനാപൂർവ്വം കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. प्रार्थना के साथ हमारा ध्यान परमेश्वर के वचन की ओर करें. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനിടയായി. पिछले हफ्ते आराधना के विषय में कुछ बातें हमने एक साथ पढ़ा. ഇന്ന് പകൽക്കാലം ആരാധനയുള്ളതായ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വിരോധമായിട്ടുള്ളതായ ചില തടസ്സങ്ങൾ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. हमारे आराधना के खिलाफ क्या बाधाएं बनती है या हमारे आराधना के विरुद्ध क्या क्या आते हैं उसके बारे में हम सीखेंगे. പുറപ്പാട് പുസ്തകം ആമേൻ കേന്ദ്രീകരിച്ച് നാം ഫോർ ഹിൻഡ്രൻസ് അഗൈൻസ്റ്റ് വർഷിപ്പ് ഫ്രം ഫറോ എന്നുള്ളതായ വിഷയം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. और निर्गमन के पुस्तक से परमेश्वर की आराधना में रोक टोक लगाने वाले फरो किस तरह है वो विषय के ऊपर हम सीखेंगे. പുറപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് 430 സംവത്സരങ്ങൾ മിസ്രൈമ്യ അടിമത്തത്തിലായിരുന്ന പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായിട്ട് അഥവാ രക്ഷയ്ക്കായി മോചനത്തിനായി യഹോവയായി ദൈവം മോശയെ നിയോഗിച്ചയക്കുവാനിടയായി. निर्गमन के पुस्तक के बारे में हमें पता है करीबन 430 साल तक मिस्र के नीचे गुलामी में रहने वाले इब्रानियों को बचाने के लिए परमेश्वर ने मूसा को भेजा. അടിമവാസികളായിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ട ദൈവം മോശയെ അവർക്ക് രക്ഷകനായിട്ട് അയക്കുകയാണ്. और इसराइल के रोने की आवाज सुनकर परमेश्वर ने मूसा को उनके रक्षक के रूप में भेजा. ഇസ്രായേൽ ജനം വാസ്തവത്തിൽ ദൈവിക വാഗ്ദത്തമുള്ള ജനമാണ്. इसराइल के लोग परमेश्वर के वादा पाने वाले लोग हैं. അവർ ഈ ജാതീയ ദേശത്ത് അടിമകളായി കഴിയേണ്ടവരല്ല. और किसी और देश में गुलाम बनकर नहीं रहना है उन्हें. പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത മനോഹരമായ വാഗ്ദത്ത ഭൂമി അവർക്കായി കാത്തിരിക്കുന്നു. और उनके पिताओं से जो परमेश्वर ने देश का वादा किया था वो देश अभी भी वहां पर है. എന്നാൽ വാഗ്ദത്ത പ്രാപ്തിക്ക് മുൻപായി ചില നാളുകൾ അവർ അടിമകളായി കഴിയേണ്ടതായി വന്നു. लेकिन उसको पाने के पहले उनको गुलाम बनकर रहना पड़ा. ചില നാളുകൾ അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. और उसके बाद कुछ साल उनको रेगिस्तान से सफर भी करना पड़ा. അതിനുശേഷം മാത്രമാണ് അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് അവർ ചെന്നെത്തുവാനിടയായത്. और उसी के बाद अपने वायदे के देश में जा पहुंचे. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഈ യാഥാർത്ഥ്യമുണ്ട്. വാഗ്ദത്തങ്ങൾക്കും വാഗ്ദത്ത പ്രാപ്തിക്കും ആമീനിടയിൽ ഒരു പക്ഷേ ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ വരാം, ചില തടസ്സങ്ങൾ, ചില അടിമത്വത്തിന്റെ അനുഭവങ്ങൾ വരാം. എന്നാൽ അവയെ പൊട്ടിച്ചൊരിക്കൽ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. വാഗ്ദത്തം ചെയ്തത് അവൻ വിശ്വസ്തനായ ദൈവമാണ്. और वादा पाने वाले लोगों को वादा पाने के पहले शायद से हो सकता है उनको रेगिस्तान से गुजरना पड़े या उनको गुलामी में रहना पड़े. लेकिन एक चीज हमें याद रखिए कि वादा देने वाला परमेश्वर हमें उसे छुड़ाकर वादा को पूरा करता है. വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും അത് ആമേൻ നിവർത്തിക്കാതിരിക്കുകയില്ല. और वादा करने वाला परमेश्वर उसे कभी अधूरा नहीं छोड़ेगा. സമയങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ വൈകിയേക്കാം. हो सकता है समय जरा चले जाए. സാഹചര്യങ്ങൾ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായി കടന്നു വന്നേക്കാം. हो सकता है हम जो सोचते हैं माहौल उसके खिलाफ हो. എന്നാൽ സാഹചര്യങ്ങൾക്ക് മീതെയും സമയത്തിന് മീതെയും അധികാരമുള്ളവനായ ദൈവം തക്ക സമയത്ത് തന്റെ പ്രവൃത്തി അയക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. लेकिन समय और सारे अधिकार के ऊपर नियंत्रण रखने वाला परमेश्वर अपना कार्य जरूर पूरा करता है. ഇവിടെ ഇസ്രായേലിനോട് ബന്ധത്തിൽ ദൈവിക കാര്യപരിപാടിയുടെ
സമയമായി കഴിഞ്ഞപ്പോൾ മോശയെ ദൈവം മിസ്രയീമിലേക്ക് അയക്കുകയാണ്. और इसराइल के विषय में जब उनका समय पूरा हुआ, परमेश्वर मूसा को उनके बीच में भेजता है। മോശ മിസ്രയീമിൽ ചെന്ന് ഫറവോനോട് പറയുന്ന ഒരു കാര്യമാണ് 7-ാം അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. और मूसा जाकर जो फरो को कहता है वो हम निर्गमन के पुस्तक अध्याय 7 उसके 16 में पढ़ते हैं। ഇങ്ങനെയാണ് വായിക്കുന്നത്. അവനോട് പറയേണ്ടതെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചു എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു എന്ന് ഇവിടെ മോശ പറയുകയാണ്. वापस कहता है और मूसा ने इस प्रकार कहा कि इब्राहियों के परमेश्वर यहोवा ने मुझे यह कहने के लिए तेरे पास भेजा है कि मेरे प्रजा के लोगों को जाने दे। നീയോ ഇതുവരെ കേട്ടില്ല, लेकिन तू कि वो जंगल में जाके मेरी उपासना करे, लेकिन तू नहीं माना। ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞ ഒരു അരുളപ്പാട് അല്ലെങ്കിൽ കൊടുത്ത ഒരു അരുളപ്പാട് മോശ ഫറവോനെ അറിയിക്കുകയാണ്. जो परमेश्वर ने बात मूसा से कहा, मूसा ने वो बात फरो को बताता है। കഴിഞ്ഞ 430 വർഷത്തോളമായി അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ അഥവാ അവരുടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി വിട്ടയക്കുക എന്നുള്ള ആവശ്യമാണ് മോശ ഫറവോനോട് ഉന്നയിക്കുവാനിടയായി. करीबन 430 साल तक गुलामी में रहने वाले इसराइलियों को परमेश्वर की आराधना के लिए छोड़ दो, ये मांग मूसा ने सामने रखा। അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 400 വർഷങ്ങളായി അടിമകളായി കഴിയുന്ന ജനം അവരുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടും പോലെ ഹൃദയം തുറന്ന് ആരാധിപ്പാൻ കഴിയാതെ, യാഗങ്ങൾ കഴിപ്പാൻ കഴിയാതെ, ദൈവിക ബന്ധമില്ലാതെ കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്ന് പഠിക്കുവാൻ കഴിയും. लेकिन हम समझ सकते हैं कि इसराइल के लोग परमेश्वर के साथ बिना कोई रिश्ता के, बिना कोई बलिदान के, बिना कोई आराधना के परमेश्वर से अलग जीने वाले लोग हैं। അവർ ഇസ്രായേൽ ദൈവത്തിന്റെ ജനമെന്നാണ് അവർ അറിയപ്പെടുന്നത്. इसराइल परमेश्वर के लोग जाना जाता है, പക്ഷേ അവരുടെ ദൈവമായ യഹോവയെ അവർക്ക് ആരാധിപ്പാൻ കഴിയുന്നില്ല. लेकिन उनके परमेश्वर यहोवा की आराधना वो नहीं कर पा रहे। അതിന് വിരോധമായി അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങളെയാണ് നമുക്ക് അവിടെ പഠിക്കുവാൻ കഴിയുന്നത്. और उसके खिलाफ होने वाले जो माहौल है वो हम देख सकते हैं। ഈ ജനം അവരുടെ വ്യക്തിത്വം തകർക്കപ്പെട്ടവരായി, അവരുടെ ആരോഗ്യം തകർക്കപ്പെട്ടവരായി, വംശനാശം ചെയ്യപ്പെടുന്നവരായി, വളരെയേറെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജനമാണ്. और ऐसे बुरे हालात से गुजर रहे हैं कि मानसिक रूप से, शारीरिक रूप से कमजोर हो गए और उनकी पीढ़ी की नाश हो रही है। മിസ്രയീമ്യർക്ക് അവരെ കൊണ്ട് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ, അവരുടെ ദേശത്തിന് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ തൊഴിൽ ചെയ്ത് അവരുടെ ദേശത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. और मिस्र के लोगों को, इसराइल के लोगों से बस एक ही काम था, उनसे गुलामी कराकर, उनसे काम कराकर जो है अपने मिस्र देश को धनी बनाना। അതിനുവേണ്ടി എത്രമാത്രം അവരെ കഷ്ടപ്പെടുത്താമോ അത്രമാത്രം കഷ്ടപ്പെടുത്തുവാനിടയായി. उनके कितने उनके ऊपर जो है उनकी पीड़ा करो उतनी पीड़ा करते അവരെ വളരെ ചൂഷണം ചെയ്യുവാനിടയായി. और उनका लाभ उठाने लगे। അവർ ദേശത്ത് വർദ്ധിച്ചു വളരാതിരിക്കുവാനുള്ള തടസ്സങ്ങൾ അവർക്ക് വിരോധമായി ഉണ്ടാക്കുവാനിടയായി. और वो देश में फले फूले इसके लिए रोक लगाने लगे। എന്തിനാ പറയുന്നു, അവരുടെ വംശവർദ്ധന പോലും തടയുവാനിടയായി. और उनके संतानों को मार देने लगे। എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം ഇടപെടുവാനിടയായി. ऐसे एक माहौल में परमेश्वर यहोवा ने अपना कार्य शुरू किया। മോശയോട് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുവാൻ ഫറവോനോട് നീ ആവശ്യപ്പെടുക. परमेश्वर ने मूसा से कहा, जा फरो को बोल कि मेरे लोगों को आजाद करे। അപ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ അടിമത്വത്തിൽ അല്ലെങ്കിൽ അടിമകളായി കഴിയുന്ന ഇസ്രായേലിൽ കഴിയുന്നതായി ജനത്തിൽ അവിടെ സാധ്യമല്ല, അല്ലെങ്കിൽ അവിടെ അതിന് സാവകാശമില്ല എന്നുള്ളതിനാൽ യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, മരുഭൂമിയിലേക്ക് എന്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുപോക, എന്നെ ആരാധിപ്പാൻ തക്കവണ്ണം അവർക്ക് അവസരമൊരുക്കും. क्योंकि गुलामी में वो आराधना नहीं कर सकते, इसके लिए कहा कि मेरे लोगों को रेगिस्तान में ले चल कि वहां पर वो मेरी उपासना कर सके। പല സന്ദർഭങ്ങളിലായിട്ട് മോശ ഫറവോനോട് ആവശ്യപ്പെടുന്നുണ്ട്. कई बार मूसा जाकर फरो को कहता है। 7, 8, 9, 10 അധ്യായങ്ങൾ നാം ചേർത്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ പല സന്ദർഭങ്ങളിലായിട്ട് മോശ ഫറവോനോട് പറയുന്നു, എന്റെ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ സേവിപ്പാൻ ജനത്തെ വിട്ടയക്കുക. और अध्याय 7, 8, 9, 10 ये सब साथ में पढ़े तो कई बार मूसा फरो को कहता है कि इस्राएल के लोगों को छोड़ दो। എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. इब्राहिम का परमेश्वर इस तरह कहता है कि मेरी उपासना करने के लिए मेरे लोगों को जाने दो। ആമേൻ. എന്നാൽ ഇവിടെ ഫറവോൻ ആ ജനത്തെ വിട്ടയക്കാതെ ഉന്നയിച്ചതായ ചില തടസ്സങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. लेकिन वो लोगों को छोड़े बिना फरो क्या कारण देता है, या वो हम वहां पर पढ़ते हैं। എല്ലാ കാലഘട്ടങ്ങളിലും ആരാധനയ്ക്ക് വിരോധമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. और हर बार कोई भी समय हो, आराधना के खिलाफ कोई ना कोई बाधा आता ही है। ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതിന് വിരോധമായി
ശത്രു വ്യത്യസ്തങ്ങളാകുന്ന കാരണങ്ങൾ കൊണ്ടുവരാറുണ്ട്. और आराधना के विरुद्ध कई सारे हालात या कारण आते हैं. ഇവിടെ പ്രധാനമായും ഫറവോൻ ഉന്നയിച്ച 4 കാരണങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ 4 തടസ്സവാദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. यहाँ पे फरोह ने जो 4 कारण दिए वो हम देख सकते हैं. 8-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലാണ് അതിന്റെ പ്രധാനപ്പെട്ടതായ ആദ്യത്തെ തടസ്സം നമുക്ക് കാണുവാൻ കഴിയുന്നത്. निर्गमन का पुस्तक अध्याय 8 उसके 25 में सबसे पहला कारण को वहां पर बताता है. ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫറവോൻ മോശയോടും അഹരോനെയും വിളിച്ച്, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പിൻ എന്ന് പറഞ്ഞു. और 8 के 25 में ऐसा लिखा है, तो फरोह ने मूसा और हारून को बुलाकर कहा, तुम जाकर अपने परमेश्वर के लिए इसी देश में बलिदान करो. ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത് വർഷിപ്പ് ഇൻ ഈജിപ്റ്റ്. पहला जो कारण है, पहला रोक है कि तुम्हें आराधना करना है तो मिस्र में ही करो. നിങ്ങൾക്ക് ആരാധിക്കണമെന്നല്ല ഉള്ളൂ, बस तुम्हें तो आराधना करना है ना, നിങ്ങൾ ഈ ദേശത്ത് തന്നെ ദൈവത്തെ ആരാധിക്കുക. तो इसी मिस्र में कर लो. നിങ്ങൾക്ക് യാഗം കഴിക്കാം, ഈ ദേശത്ത് നിങ്ങൾക്ക് യാഗം കഴിക്കാം. तुम्हें बलिदान करना है इसी मिस्र में कर लो. കഴിഞ്ഞ 430 വർഷങ്ങളായി അടിമത്തത്തിൽ കഴിയുന്ന ജനത്തിന് ആ ദേശത്ത് തന്നെ ദൈവത്തെ ആരാധിക്കാനുള്ളതായ അവസരങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് ഫറവോൻ പറയുകയാണ്. और करीबन 430 साल से उसी देश में गुलामी में रहने वाले लोगों को वही पर बलिदान का बंदोबस्त किया जाएगा, ऐसा फरोह कहता है. കാരണം ഒരു കാരണവശാലും ഈ ജനം മിസ്രൈം വിട്ടു പോകുവാൻ ഫറവോൻ ആഗ്രഹിക്കുന്നു. फरोह नहीं चाहता कि किसी भी कारणवश ये लोग मिस्र से बाहर जाएं. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഫറവോനെ സംബന്ധിച്ചിടത്തോളം പല നിലകളിലും ഈ അടിമകൾ നേട്ടമുണ്ടാക്കുന്നവരാണ്. क्योंकि फिरौन और मिस्र के लिए ये गुलामों का बहुत फायदा है. ലാഭകരമായ കാര്യങ്ങൾക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. और अपने फायदे के लिए इनको जो है इनका उपयोग करते आ रहे हैं. അടിമകളാക്കി ദേശത്ത് അവരെ വെച്ചിരിക്കുകയാണ്. अपना गुलाम और नौकर बनाकर उस देश में रखा. ഇവിടെ മോശ ഉന്നയിച്ചതായ ദൈവിക കാര്യപരിപാടിയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. और यहाँ पर मूसा ये कहता है कि आराधना करने के लिए इन्हें बाहर छोड़ो. ഫറവോൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക, അതിന് തടസ്സമില്ല, പക്ഷേ നിങ്ങൾ ഈജിപ്തിൽ ദൈവത്തെ, അല്ലെങ്കിൽ മിസ്രൈമിൽ ദൈവത്തെ ആരാധിക്കുക. फिरौन कहता तुम्हें आराधना करना है तो कर लो, लेकिन मिस्र में करो. മോശ ഇപ്രകാരമാണ് അതിന് മറുപടി പറഞ്ഞത്. मूसा ने उसका उत्तर ऐसा दिया, അങ്ങനെ ഒരിക്കലും ചെയ്തുകൂടാ. മിസ്രൈമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിസ്രൈമ്യർക്ക് അറപ്പായുള്ളത് അവർ കാണുക ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ എന്ന് ചോദിക്കുവാനിടയായി. और वहां पर मूसा ने ऐसा उत्तर दिया कि ऐसा करना बिल्कुल उचित नहीं है, क्योंकि हम अपने परमेश्वर यहोवा के लिए जो बलिदान करते हैं उससे मिस्रियों को घृण होता है, और अगर उन्हें घृण होगा तो हमें पत्थरवा करेंगे. ഇവിടെ ദൈവിക അരുളപ്പാട് പ്രാപിച്ച മോശയ്ക്കറിയാം ദൈവത്തെ ആരാധിക്കേണ്ടത് എവിടെയാണ്. परमेश्वर की वाणी पाने वाला मूसा जानता है कि परमेश्वर की आराधना कहाँ पर होना चाहिए. വ്യക്തമായി ദൈവിക അരുളപ്പാട് മോശയ്ക്ക് ദൈവം നൽകുവാനിടയായി. എന്റെ ജനം മിസ്രൈമിലല്ല എന്നെ ആരാധിക്കേണ്ടത്, മറിച്ച് മിസ്രൈമിന് പുറത്ത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കുവാൻ പുറപ്പെടണം. और मूसा को पता है कि परमेश्वर की वाणी है कि मिस्र में नहीं, मिस्र के बाहर उनको आराधना करना है. മാത്രമല്ല, അടിമകളായി കഴിയുന്ന എന്റെ ജനത്തിന്റെ കണ്ണുനീർ, അവരുടെ നിലവിളി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുകയാണ്. അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നാളുകൾക്ക് മുൻപ് പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്ത ദേശത്ത് അവരെ ഉറപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. और सालों से मेरे इस्राएल के लोगों को रोना धोना मैं देख रहा हूँ, इसके लिए उनको वहां से बाहर लाकर उनके पूर्वजों को जो देश का वादा किया था वहां पर मैं उन्हें ले जाऊंगा. അനേക പ്രിയപ്പെട്ടവർ ആരാധനയോടുള്ള വിഷയം വരുമ്പോൾ പലതുമായി കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറാകുന്നത് കാണുവാൻ കഴിയും. आराधना के विषय में कई लोग बाकी चीजों से समझौता कर लेते हैं. അവൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവൻ ശത്രു നിർദ്ദേശിക്കുവാനിടയാണ്. और दुश्मन उनको कहता है कि जो माहौल में है बस उसी में आराधना कर लो. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് അറിയാമല്ലോ, അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. जो हालात में है तो परमेश्वर जानता है, उसी में आराधना कर लो. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ അവസ്ഥയ്ക്കൊത്തല്ല, വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ജനം ദൈവത്തെ ആരാധിക്കുക. लेकिन जिस तरह मैंने पिछले हफ्ते बताया, हमारे हालात के अनुसार नहीं, परमेश्वर के वचन के अनुसार आराधना होना चाहिए. ഒരിക്കലും അവൻ തിരിച്ചറിവുള്ള ദർശനമുള്ള മോശയ്ക്ക് ഒരിക്കലും യെസ് പറയുവാൻ കഴിയുകയില്ല ഇസ്രായേൽ ജനം മിസ്രൈമിൽ ആരാധിക്കുന്നത്. और दर्शन होने वाला, वाणी पाने वाला मूसा कभी भी हाँ नहीं बोलेगा कि मिस्र में आराधना करने के लिए. ദൈവത്തെ ആരാധിക്കുവാൻ
के भवन में बैठकर नहीं, या उसके हिसाब से आराधना कभी नहीं होना चाहिए। അവൻ നമ്മുടെ ബന്ധനങ്ങളെ അറുക്കുന്നവനാണ്. और परमेश्वर हमारे बंधन, हमारे जंजीरों को खोलने वाला അവനെ परमेश्वर, ആരാധനയ്ക്കായി वो സ്വതന്ത്രരാക്കുന്നവനാണ്. हमें आराधना के लिए आजाद करता है। ആരാധന ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രസ്താവനയാണ്, പ്രഖ്യാപനമാണ്. और आराधना हमारे आजादी का जो है एक छाप है। സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരുവനാണ് ദൈവത്തെ जो ആരാധിക്കേണ്ടത്. आजाद हुआ वही परमेश्वर की आराधना करता है। ചങ്ങലകൾ പൊട്ടിയ ആമേൻ ജനമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. और जिनके जंजीर टूटे हैं वो आराधना करते हैं। ബന്ധനങ്ങൾ അഴിയപ്പെട്ട വ്യക്തികളാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. और जिसके जंजीर गिर गए वो आराधना करते हैं। മുഖത്തിന്റെ അമിക്കയറുകൾ പൊട്ടിച്ച് എറിയപ്പെട്ട ജനമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. और जिनके पीठ से जुआ का बोझ टूट गया वो आराधना करे। Praise the Lord. हालेलुया। മോശ പറഞ്ഞു ഒരിക്കലും പാടില്ല. मूसा ने कहा ये उचित नहीं है। അതിൽ ഈ ജനത്തെ പിടിച്ചു നിർത്തുവാൻ, കോംപ്രമൈസ് ചെയ്യിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ഫറവോൻ അടുത്ത ഒരു തന്ത്രം ഉപയോഗിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. और जब फरौन को समझ गया कि लोग इस बात में समझौता नहीं करेंगे, तो वो अपना अगला कोशिश करता है। अध्याय 8 के 28 में पढ़ेंगे। അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കുക, അതിദൂരത്ത് മാത്രം പോകരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. और वहां पर वो लिखता है, कहता है, फिरौन ने कहा, मैं तुमको जंगल में जाने दूंगा कि तुम अपने परमेश्वर यहोवा के लिए जंगल में बलिदान करो, केवल बहुत दूर न जाना और मेरे लिए विनती करो। മിസ്രയീമിൽ ദൈവത്തെ ആരാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതായ ഫറവോൻ പറയുന്നു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മരുഭൂമിയിൽ തന്നെ പോയി ദൈവത്തെ ആരാധിച്ചു കൊള്ളുക. और उसने कहा कि तुम चलो ठीक है, तुम जंगल में जाकर आराधना कर लो, പക്ഷേ ദൂരത്ത് പോകരുത്. लेकिन दूर मत जाना। ഡോണ്ട് ഗോ അവേ. നിങ്ങൾ बहुत दूर मत जाना। മിസ്രയീമിനോട് അടുത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കുക. ज्यादा दूर मत जाओ, बस मिस्र के आजू बाजू की इधर कर लो। മിസ്രയീമിന്റെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. और मिस्र के आजू बाजू की इधर कर लो बलिदान। നോക്കണമേ, വളരെ തന്ത്രപരമായിട്ടാണ് ഫറവോൻ അവരോട് സംസാരിക്കുവാനിടയായത്. और बहुत ही चतुराई के साथ वो उनसे बात മാത്രമല്ല, അവൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടി എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം എന്ന് താൻ ആവശ്യപ്പെടുകയാണ്. और फिर वो ये भी कहता है कि वो जाकर जब आराधना करो तो मेरे लिए भी आराधना करो। പലപ്പോഴും ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ സമർപ്പിതരായ ജനങ്ങൾക്ക് തിരിച്ചറിയാത്ത നിലയിൽ അല്ലെങ്കിൽ അവർക്ക് ബോധ്യമാകാത്ത നിലയിൽ പിശാച് തന്ത്രങ്ങൾ ഒരുക്കാറുണ്ട്. और कई बार बहुत शैतान चालाकी के साथ कार्य करता है कि परमेश्वर के लोग उसे पहचान नहीं पाते। പഴയ സാഹചര്യങ്ങളുമായി അടുത്തു നിന്നുകൊണ്ട് വലിയ ദൂരത്തിൽ, വലിയ വ്യത്യാസമില്ലാതെ, വലിയ മാറ്റങ്ങളില്ലാതെ, വലിയ വേർപാടില്ലാതെ പഴയ ജീവിത സാഹചര്യങ്ങളുമായി ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നിർബന്ധിക്കാറുണ്ട്. और कई बार हमारे जो पुराने हालात थे, पुराना स्वभाव था, बस उसी के आजू बाजू निपट कर ही जो है आराधना करो। ज्यादा कोई बदलाव की जरूरत नहीं है, ज्यादा कोई बदलने की जरूरत नहीं है, अलग रहने की जरूरत नहीं है। ഒരു സമർപ്പണത്തിന്റെ ജീവിതത്തെ ശത്രു തടയാറുണ്ട്. और एक समर्पण करने वाले जीवन को दुश्मन रोकता है। പഴയ ജീവിതത്തിൽ നിന്നും ദൂരത്തേക്ക് പോയി ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ആമേൻ താല്പര്യങ്ങളെ ആമേൻ പിശാച് തടസ്സം ചെയ്യാറുണ്ട്. और सच्चाई में उसकी आराधना करने के लिए शैतान रोक लगाता है। നിങ്ങൾ ആത്മീയമായിട്ട് ജീവിച്ചു, ദൈവത്തെ ആരാധിച്ചു, നല്ല കാര്യങ്ങൾ ചെയ്തു, രക്ഷിക്കപ്പെട്ടു, ആ ദൈവവേലയ്ക്ക് വേണ്ടി ആമേൻ ചുമൽ കൊടുത്തു. പക്ഷേ ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് പോകരുത്, അധികം ദൂരത്ത് പോകരുത്. ആമേൻ ലോകവുമായി കയ്യെത്താകുന്ന ദൂരത്ത്, ജഡവുമായി, മറ്റുള്ള ബന്ധങ്ങളുമായി, പഴയ ജീവിതവുമായി കയ്യെത്താകുന്ന ദൂരത്ത് മാത്രമേ നിൽക്കാവൂ എന്നുള്ളതായ തന്ത്രമാണ് ഫറവോൻ രണ്ടാമത് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പിശാച് ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് വിരോധമായിട്ട് ഉപയോഗിക്കുന്നത്. और शैतान ऐसा कहता है, परमेश्वर के लोगों के खिलाफ ये कहने की कोशिश करता है कि तुम्हें आराधना करना है कर लो, प्रार्थना कर लो, परमेश्वर की सेवकाई कर लो, तुम्हें जो कुछ भी करना है कर लो, लेकिन साथ में ये याद रखना कि दुनिया से ज्यादा दूर मत जाना, अपने शरीर की अभिलाषाओं से दूर मत जाना, अपने पुराने स्वभाव से जो है दूर मत जाना। ഒരു പൂർണ്ണമായ സമർപ്പണത്തെ ആമേൻ ഇവിടെ തടസ്സം ചെയ്യുകയാണ്. एक पूर्ण समर्पण को रोक लगाता है। എന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം,
ആമേൻ പൂർണ്ണമായി വേർപെട്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് എത്രത്തോളം ദൈവമായി ചേർന്നിരിക്കാമോ, എത്രത്തോളം പഴയ ജീവിതവുമായി വേർപെട്ട് നിൽക്കാമോ, ആ ഒരു നിലവാരത്തിൽ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. അതിൽ മാത്രമാണ് ദൈവം പ്രസാദിക്കുവാനിടയാകും. परमेश्वर के संतान ये याद रखें कि जितना हम परमेश्वर के लिए समर्पण होकर उसके नजदीक रहकर बाकी दुनिया से दूर हो, ऐसी एक आराधना में परमेश्वर प्रसन्न होता है। മൂന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ और निर्गमन का पुस्तक अध्याय 10 उसके 11 में ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചുകൊള്ളുവിൻ, ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞവരെ ഫറവോൻ തന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. और फिर उनको कहता है ऐसा नहीं हो पाएगा, तुम पुरुष ही जाकर यहोवा की उपासना करो, तुम यही तो चाहते थे। और वह फिरौन के सम्मुख से निकाल दिए गए। ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ ഫറവോൻ അനുവാദം കൊടുക്കുകയാണ്. फरौन यहाँ पे उनको अनुमति देता है कि जाओ आराधना कर लो, പക്ഷേ നിങ്ങളുടെ കുടുംബം ഇവിടെ ഇരിക്കട്ടെ, लेकिन तुम्हारे परिवार वाले यहाँ पर ही रह दो, നിങ്ങളുടെ പുരുഷന്മാർ മാത്രം പോയി तुम ആരാധിക്കണം. सब पुरुष सिर्फ जाकर आराधना करो। നോക്കണമേ, ആദ്യം ഈജിപ്തിൽ ആരാധിക്കുവാൻ പറഞ്ഞു എന്ന് വിസമ്മതിച്ചതായ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ദൂരത്ത് പോകരുത്, ഈജിപ്തിനോട് ചേർന്നുള്ള ദേശങ്ങളിൽ ദൈവത്തെ ആരാധിക്കണം. पहले फिरौन ने कहा कि तुम सिर्फ पहले सिर्फ मिस्र में आराधना करो, उसके बाद कहा कि मिस्र में बाहर आराधना करो, लेकिन मिस्र से दूर नहीं जाना। അതിലും വശംവദരാകാതെ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ ഇവിടെ വെച്ച് നിങ്ങളുടെ പുരുഷന്മാർ മാത്രം പോയി ആരാധിക്കുക. और ये दोनों बातों को ना मानने वाले लोगों को अब फिरौन कहता है, ठीक है, तुम में से जो सिर्फ पुरुष है वो जाकर आराधना करे। കാരണം ഫറവോൻ അറിയാം, അവരുടെ കുടുംബത്തെ മിസ്രൈമിലാക്കിയിട്ട് പോയാൽ, ഈ പുരുഷന്മാർ എത്ര ദൂരത്തിൽ ആരാധിക്കാൻ പോയാലും അവരുടെ കുടുംബം വിടിയിരിക്കുന്നിടത്തോളം അവർ മടങ്ങി വരുവാനിടയായി. और फिरौन को पता था कि ये पुरुष मेरे आराधना के लिए जितने भी दूर जाए, जब तक उनका परिवार मिस्र में है वो लौट आएंगे। എന്നാൽ മോശ പറഞ്ഞു, ഒരിക്കലും ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സമാകുവാൻ പാടില്ല. അതുകൊണ്ട് പുരുഷന്മാർ മാത്രമല്ല, ഞങ്ങൾ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഞങ്ങൾ മുഴുവനായി പോയി ദൈവത്തെ ആരാധിക്കും. तो मूसा ने कहा सिर्फ पुरुष ही नहीं, हम सब मिलकर कुछ भी पीछे छोड़े बिना हम जाकर आराधना करेंगे। ഞങ്ങൾ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ ഞങ്ങളുടെ കുടുംബം മുഴുവനായിട്ടാണ് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നത്. और हमारे सारे परिवार को एक साथ परमेश्वर ने बुलाया आराधना के लिए। പലയിടങ്ങളിൽ നമുക്കറിയാം, ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ളതായ കോളിംഗ്, ആമേൻ, നിയോഗം ലഭിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ ആമേൻ വീണ്ടും പഴയ ജീവിതത്തിൽ തുടരുകയും ചില ആളുകൾ മാത്രം ദൈവത്തെ ആരാധിക്കുവാൻ താല്പര്യം കാണിക്കുന്നതും ചെയ്യുമെന്ന് കാണുവാൻ കഴിയും. हम देख सकते हैं कि आराधना करने के लिए बुलावा मिलने वाले लोगों में से कुछ लोग फिर वापस अपने पुराने जीवन में जाते हैं और कुछ लोग उसी आराधना में आगे बढ़ते हैं। അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. और वो शैतान की एक तंत्र है। പൂർണ്ണമായി കുടുംബമായി ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത അനുഭവം, और पूरी तरह परिवार को एक साथ मिलकर आराधना न करने वाला अनुभव, ചിലരെ മാത്രം ആരാധനയ്ക്ക് വിട്ടയക്കുകയും ബാക്കിയുള്ളവരെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. बस कुछ लोगों को आराधना के लिए छोड़कर और बाकी लोगों को रोक कर रखते हैं। സ്വതന്ത്രമായി ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത അന്തരീക്ഷം, और आजादी के साथ में आराधना न करने वाला एक माहौल। അനേകർക്ക് ഇന്ന് ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് അവരുടെ കുടുംബമാണ്. और कई लोगों के लिए आराधना के लिए रोक टोक उनका परिवार है। ഒരിക്കൽ കർത്താവായ യേശുവിന്റെ അടുത്തൊരു യൗവനക്കാരൻ വന്നിട്ട് കർത്താവിനെ, അല്ലെങ്കിൽ കർത്താവ് ആമേൻ തന്റെ ശിശുത്വത്തെ കുറിച്ച് കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടി ആളുകൾ ആവശ്യപ്പെടുമ്പോൾ ആമേൻ ഒരുവനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. तो यीशु मसीह एक बार अपनी सेवकाई में जब चेहरे बनने के विषय के बारे में सिखा रहे थे, तो एक युवक से कहा कि तू मेरा चेहरा बन जा। ഉടനെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, तो उसने कहा, ഞാൻ എന്റെ പിതാവിനെ അടക്കം ചെയ്തിട്ട് വന്നെ അനുഗമിച്ചു. तो उसने कहा कि मेरे पिता को दफनाने के बाद मैं आकर तेरे पीछे आता हूँ। അവൻ ഒരുത്തൻ പറയുന്നു, ഞാൻ പോയി അനുവാദം ചോദിച്ചിട്ട് വന്ന് നിന്നെ അനുഗമിച്ചു കൊള്ളാം. और दूसरा कहता है कि मैं पूछकर आता हूँ कि मैं जा सकता हूँ क्या, और फिर आता हूँ। ഒരുത്തൻ പറയുന്നു, എന്റെ പിതാവിനെ അടക്കം ചെയ്തിട്ട് വന്ന് നിന്നെ ആരാധിച്ചു, അതിനെ പിൻഗമിച്ചു കൊള്ളാം. और दूसरा कहता है मैं अपने पिता को दफना कर तेरे पीछे आता हूँ। നോക്കണമേ, ആ വ്യക്തികളുടെ മനോഭാവത്തെയാണ് കർത്താവ് എടുത്തു കാണിക്കുന്നത്. परमेश्वर उन व्यक्तियों की चिंताओं को वापस दिखाता है। ഒരുവൻ കർത്താവിനെ അനുഗമിക്കുവാൻ താല്പര്യമുള്ളവരാണ്, പക്ഷേ അവന് തടസ്സം അവന്റെ ബന്ധങ്ങളാണ്. അവിടെ ആ ബന്ധങ്ങളെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട്, അത് നിലനിർത്തുവാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് അവരുടെ അനുവാദം കൂടാതെ കർത്താവിനെ അനുഗമിക്കുവാൻ താല്പര്യം കാണിക്കുന്നില്ല.
और एक इंसान को परमेश्वर का पीछे होना है, लेकिन उसके रिश्ते उसे पीछे खींच रहे हैं। എന്നാൽ കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ചവൻ പിറകോട്ട് നോക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ ഉപദേശിക്കുന്നത് കാണുവാൻ. लेकिन प्रभु से समझाता है कि जिसने हल्के पर हाथ रखा और पीछे देखता है वो लायक नहीं है काम के. ആമേൻ. പിതാവിനെ അപ്പനെ കുഴിച്ചിടുവാൻ ആഗ്രഹിച്ചതായ മനുഷ്യരോട് കർത്താവ് പറയുന്നു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട്. जो अपने पिता को दफनाने की इच्छा प्रकट की, उसको कहता है कि मरे हुए लोगों को दफनाने दो, तुम स्वर्ग राज्य के लिए जो है प्रचार करो. കാരണം കർത്താവിനറിയാം ഇവരൊരിക്കലും അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. क्योंकि उसे परमेश्वर जानता है कि वो अपनी इच्छा पूरी कर कभी पीछे नहीं आएगा. അവന്റെ ബന്ധങ്ങളും കുടുംബ പാരമ്പര്യങ്ങളും സാഹചര്യങ്ങളും അവനെ കർത്താവിനെ അനുഗമിക്കുന്നതിന് തടസ്സമുണ്ടാക്കുവാൻ ഇടയായിത്തീരും. और उसके परिवार और उसके माहौल ये सब उसके पीछे होने से रोक सकती है. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ആമേൻ, നീ അവരോട് അനുവാദം ചോദിക്കുവാൻ പോയാൽ, അല്ലെങ്കിൽ നീ മരിച്ചവരെ കുഴിച്ചിട്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരായിരിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. अगर तू उनके जाकर उनकी अनुमति लेगा या उनको दफनाता रहेगा तो तू कभी परमेश्वर के राज्य के लायक नहीं बनेगा. നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ത്, നിന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്ത്, നിന്റെ മേൽ ദൈവം വച്ചിരിക്കുന്നതായ കാഴ്ചപ്പാടെന്ന്, അതിനനുസരിച്ച് അതിന് വില കൊടുത്ത് നീ മുൻപോട്ട് നീങ്ങുവാനിടയാകുക. और तेरे लिए प्रभु ने जो दर्शन दिया है, तुझे जो बुलावा दिया है, तेरे ऊपर जो सेवकाई दी है, उसको देखकर तू आगे बढ़. അതല്ലാത്തൊരു മനുഷ്യൻ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരായിരിക്കുവാൻ കഴിയുകയില്ല. ശരിയായി ദൈവത്തെ ആരാധിപ്പാൻ, ഒരു സത്യ ആരാധനക്കാരനായിരിക്കാൻ കഴിയുകയില്ല. उसके बिना कोई भी इंसान स्वर्ग राज्य के जो है प्रचारक नहीं बन सकता, एक सच्चा भक्त नहीं बन सकता. ഹല്ലേലൂയ. പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് കഴിയണം. और शैतान के षड्यंत्र को समझने के बुद्धिमान हम बने. നാലാമത് ആമേൻ ഭഗവാൻ വെച്ച ഒരു നിബന്ധന 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. और चौथा जो कारण फरौन ने रखा वो हम निर्गमन के अध्याय 10 उसके 24 में देख सकते हैं. അപ്പോൾ ഭഗവാൻ മോശയെ വിളിച്ച്, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. तब फिरौन ने मूसा को बुलाकर कहा, तुम लोग जाओ, यहोवा की उपासना करो, अपने बालकों को भी संग ले जाओ, केवल अपनी भेड़ बकरी और गाय बैलों को यहाँ पर छोड़ दो. ഇസ്രായേൽ ജനത്തിന്റെ സമ്പത്ത് അതിന്റെ സോഴ്സ് നാം പരിശോധിക്കുമ്പോൾ ആടുമാടുകളാണ് അവരുടെ വരുമാന മാർഗം. इसराइल की संपत्ति या नहीं तो फिर कमाने का जरिया जो था उनकी भेड़ बकरी गाय बैल थी. ഇവിടെ ഫറവോൻ പറയുന്നു, ആ സമ്പത്ത് ഇവിടെ ഇരിക്കട്ടെ. फिरौन कहता है तुम्हारी संपत्ति यहाँ पर रहने दो. നിങ്ങൾ പുരുഷന്മാർ തനിയെ പോകണ്ട, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളുമായി കുടുംബമായി നിങ്ങൾ പോയി ആരാധിച്ചു കൊള്ളുക. और तुम्हारे पुरुष अकेले जाने की जरूरत नहीं, तुम्हारे बच्चों के साथ लेके जाओ. പക്ഷെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പോവുക. लेकिन तुम्हारी संपत्ति यहाँ छोड़ जाओ. കാരണം ഫറവോൻ അറിയാം, ഇവരുടെ സമ്പത്ത് ഇസ്രായേലിൽ ഇരിക്കുന്നിടത്തോളം ഇവിടെ ഹൃദയവും അവിടെ തന്നെ ആയിരിക്കും. क्योंकि फरौन जानता है जब तक इनकी संपत्ति मिस्र में है उनका दिल भी वहां पर ही होगा. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ഒരുവന്റെ സമ്പത്ത് ഇരിക്കുന്നിടത്ത് അവന്റെ ഹൃദയവും ഇരിക്കും. इसके लिए प्रभु ने कहा एक इंसान की संपत्ति जहां पर हो उसका मन वहां पर है. ഈ ജനം എത്രമാത്രം ദൂരം പോയാലും ഇവരുടെ സമ്പത്ത് ഇവിടെ ഇരിക്കുന്നിടത്തോളം അവർ ഒരിക്കൽ മടങ്ങി വരുവാനാണ്. और ये लोग भले जितनी भी दूर जाए, जब तक इनकी संपत्ति मिस्र में है वो लौट आएंगे. ഇവർ കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ പുറപ്പെട്ടാലും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ മടങ്ങി അവരുടെ സമ്പത്തിന്റെ അടുത്ത് വരുവാനിടയാണ്. भले ये परिवार के रूप में जाकर आराधना के लिए जाए, लेकिन उनकी संपत्ति जब तक यहाँ पर है वो लौट आएंगे. ഇത് നന്നായി അറിയാവുന്ന ഫറവോൻ പറഞ്ഞു, നിങ്ങൾ കുടുംബമായി ആരാധിക്കുവാൻ പോയിക്കൊള്ളൂ, തടസ്സമില്ല, പക്ഷെ നിങ്ങളുടെ സമ്പത്ത് ഇസ്രായേലിരിക്കട്ടെ. और इसके लिए फरौन ने कहा तुम आराधना करने के लिए परिवार के रूप में चले जाओ, लेकिन तुम्हारी संपत्ति यहाँ पर रहेगी. ദൈവിക ദർശനമുള്ള മോശ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. और उसका उत्तर मूसा ने इस तरह दिया, ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അവയെ അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരേണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരണം, ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിച്ചുകൂടാ. और वहां पर लिखा है, मूसा ने कहा तुमको हमारे हाथ मेल बलि और होम बलि के पशु भी देने पड़ेंगे, जिन्हें हम अपने परमेश्वर यहोवा के लिए चढ़ाएंगे. इसलिए हमारे पशु भी हमारे साथ जाएंगे, उनका एक खूर तक ना रहेगा. ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ ആടുമാടുകളിൽ ഒരു കുളമ്പ് പോലും ഇസ്രായേലിൽ ശേഷിക്കുവാൻ പാടില്ല. ഞങ്ങളുടെ പുറപ്പാട് ഭാഗികമല്ല,
ഞങ്ങളുടെ പുറപ്പാട് പൂർണ്ണമായ ഒരു പുറപ്പാട്. एक तिनका भी पीछे छोड़ के नहीं जाएंगे. हमारा निर्गमन जो है आधा अधूरा नहीं होगा, वो पूरा होगा. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് പുറപ്പെടുന്നത്. हम आराधना परमेश्वर की करने जा रहे हैं. അങ്ങനെയെങ്കിൽ അതിലൊരു പൂർണ്ണമായ പുറപ്പാടാണ് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. उसके लिए हमें पूरा निर्गमन जरूरी है. അതിൽ ഞങ്ങളുടെ പുരുഷന്മാർ മാത്രമോ അല്ലെങ്കിൽ സമ്പത്ത് വച്ചിട്ട് കുടുംബം മാത്രമോ പോയി ദൈവത്തെ ആരാധിക്കുകയില്ല. तो हमारे सिर्फ पुरुष या हमारी संपत्ति छोड़कर बाकी लोग वैसा कभी नहीं जाएंगे. ആമേൻ. പലപ്പോഴും പിശാച് കൊണ്ടുവന്ന തന്ത്രങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാതെ മനുഷ്യൻ വിഷമതരായി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. कई बार शैतान की ये चालाकी के सामने इंसान को हारते हुए देखा है. പലർക്കും തങ്ങളുടെ സമ്പത്താണ് ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമായി നിൽക്കുന്നത്. कई लोगों को उनकी संपत्ति परमेश्वर की आराधना के खिलाफ हो जाती है. ചിലരുടെ പദവികളാണ്, സ്ഥാനമാനങ്ങളാണ് ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമായി നിൽക്കുന്നത്. कुछ लोगों का पद उन्हें आराधना करने से रोकता है. ചിലർക്ക് തങ്ങളുടെ വീടോ അല്ലെങ്കിൽ അതുപോലുള്ളതായ കാര്യങ്ങളോ ജോലിയോ മറ്റുമാണ് തടസ്സമായി നിൽക്കുന്നത്. बाकी लोगों के लिए उनका काम रोक टोक बनता है. ചിലർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമാകാറുണ്ട്. कुछ लोगों के लिए उनके बच्चे रोक टोक बनते हैं. നോക്കണമേ, കർത്താവിനെ ആരാധിക്കുന്നതിന് ഈ ഭൂമിയിലുള്ള യാതൊരു ബന്ധങ്ങൾക്കും വസ്തുവകകൾക്കും സ്ഥാനമാനങ്ങൾക്കും ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സം ചെയ്യുവാൻ പാടില്ല എന്നാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. इन वचनों से हम यही सीखते हैं कि इस दुनिया की कोई भी वस्तु, रिश्ते या बंधन हमें आराधना से ना रोके. ഒരിക്കൽ കർത്താവായ യേശുവിന്റെ അടുത്തൊരു ധനികനായ ഒരു മനുഷ്യൻ കടന്നു വന്ന കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, ആമേൻ, നീ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. तो एक धनी इंसान जब प्रभु यीशु के पास आया तो उससे यीशु मसीह ने कहा कि तुम परमेश्वर के हर व्यवस्था को मानो. അവൻ പറഞ്ഞു, അതേ കർത്താവേ, ഞാൻ അതെല്ലാം ചെയ്തു വരുന്ന വ്യക്തിയാണ്. तो उस इंसान ने कहा, मैं ये सब करते आ रहा हूँ. ഞാൻ ബാല്യം മുതൽ അതെല്ലാം ശീലിച്ചിട്ടുള്ള ഒരു मैं മനുഷ്യനാണ്. अपने बचपन से ये सब करते आ रहा हूँ. നീ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന കൽപ്പനകളെല്ലാം ഞാൻ കൃത്യമായി പാലിക്കുന്നുണ്ട്. तो जो व्यवस्था की बात कर रहा है वो सब का पालन मैं कर रहा हूँ. കർത്താവ് പറഞ്ഞു, നല്ല കാര്യം, പക്ഷേ നിന്നെ കുറിച്ചൊരു കുറവ് ഞാൻ കാണുന്നുണ്ട്. लेकिन प्रभु उसे कहता है कि तेरे विषय में मैं एक कमी देखता हूँ. എന്നെ അനുഗമിക്കുന്നതിന്, നീ ഒരു സത്യ ആരാധനക്കാരനായിരിക്കുന്നതിന്, സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി ഒരു കുറവ് നിന്നിൽ ഞാൻ കാണുകയാണ്. और तुझे एक सच्चा भक्त बनने के लिए स्वर्ग राज्य के सफर में एक रोग में देख रहा हूँ, एक बाधा देख रहा ആ हूँ. കുറവിനുള്ള പരിഹാരമായി കർത്താവ് ഇങ്ങനെയാണ് നിർദ്ദേശിച്ചത്, और उस बाधा को हटाने के लिए प्रभु ने ऐसा सुझाव दिया, നിനക്കുള്ള സമ്പത്തിനെ നീ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് പ്രവേശനം. तेरे जो धन संपत्ति है वो दरिद्रों में बांट दे तो तुझे स्वर्ग राज्य में प्रवेश मिलेगा. അവിടെ നാം കാണുന്നത് എങ്ങനെയാണ്? ആ മനുഷ്യൻ വലിയ ധനികനാകയാൽ, വളരെ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിച്ച് മടങ്ങിപ്പോകുവാനിടയായി. क्योंकि वो बहुत धनी था और उसके बहुत धन संपत्ति थी, वो ये बात सुनकर दुखी होकर चला गया. നോക്കണമേ, അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അവനെ തടസ്സം ചെയ്യുന്നത്, യേശുവിനെ അനുഗമിക്കുന്നതിന് അവനെ തടസ്സം ചെയ്യുന്നത്, സത്യ ആരാധനയിൽ അവനെ തടസ്സം ചെയ്യുന്നത് അവന്റെ സമ്പത്താണ്. तो उसके स्वर्ग राज्य में प्रवेश करने के लिए रोक बनने वाली उसकी संपत्ति थी. ആ സമ്പത്തിനെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ആമേൻ ആ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവിക ഹിതത്തിലേക്ക് അവന് കടന്നു വരുവാൻ കഴിയുന്നില്ല. क्योंकि उस धन संपत्ति से इतना प्रेम रखता था, वो स्वर्ग राज्य में आ नहीं पाता था. ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിപ്പാൻ പാരമ്പര്യങ്ങളിൽ നിന്ന്, ആമേൻ, ജീവിതത്തിന്റെ പഴയ പാപ വഴികളിൽ നിന്നൊക്കെ വേർതിരിക്കപ്പെട്ട എത്രയോ പ്രിയപ്പെട്ടവർ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കാതെ ആമേൻ മൂഢജാതികളെ പോലെ ജീവിക്കുന്നത് കാണുവാൻ കഴിയും. हम कई बार देख सकते हैं कि ये सब विषय में जो है आराधना की महिमा को ना जानकर जो है एकदम मूर्ख के समान जीने वाले लोग हैं. പല കാര്യങ്ങളും അവർക്ക് തടസ്സമായിട്ട് അവർക്ക് മുൻപിൽ കൊണ്ടുവരുവാനുണ്ട്. और कई सारी बातें हैं, कारण दे सकते हैं आराधना के रोक टोक की. ജോലി തന്നത് ദൈവമാണ്, काम परमेश्वर ने दिया, മക്കളെ തന്നത് ദൈവമാണ്, संतान भी परमेश्वर ने സമ്പത്ത് दिया, ഉണ്ടാക്കുവാൻ ആരോഗ്യം തന്നത് ദൈവമാണ്, और संपत्ति बनाने के लिए सेहत भी प्रभु ने दी, ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ്. और रिश्ते और बंधन सब परमेश्वर ने जोड़े. എന്നാൽ ഇവയൊന്നും തന്നെ ഒരു ദൈവ പൈതലിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനോ ദൈവത്തെ ആരാധിക്കുന്നതിനോ തടസ്സമാകുവാൻ പാടില്ല. लेकिन इसमें से कोई भी वस्तु, बंधन या रिश्ते परमेश्वर के प्रसन्नता या आराधना के लिए रोक टोक ना बने. അബ്രഹാം വ്യക്തമായ ഒരു ഉദാഹരണമാണതിന്. ये सब के लिए अब्राहम एक अच्छा उदाहरण है. ഒരിക്കൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നാണ്. परमेश्वर ने अब्राहम से कहा कि तुम अपने पिता के घर वालों को, रिश्तों को छोड़कर मैं जो देश तुम्हें दिखाता हूँ
उसकी ओर निकल पड़। ധനികനായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. अब्राहम बहुत ही धनी था വലിയ കുടുംബ പാരമ്പര്യമുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം. और बहुत ही अच्छी परंपरा से परिवार से आने वाला इंसान था। ദേശത്ത് അറിയപ്പെട്ടിരുന്ന ഒരു കുടുംബമായിരുന്നു അബ്രഹാമിന്റെ കുടുംബം. और उस सारे देश में जाना माना था उसका परिवार। ആമേൻ. ആ നിലകളിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളുള്ള ബന്ധങ്ങളുള്ള ആമേൻ അനേക ബന്ധുക്കളുള്ളതായ അബ്രഹാം और अच्छे पदवी में होने वाला, अच्छे रिश्ते बंधन होने वाला इंसान था वो। യഹോവയായ ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ച് അവൻ പുറപ്പെടുവാനിടയായി. लेकिन यहोवा की बात सुनकर वो निकल पड़ा। Praise the Lord. Hallelujah. അവന്റെ കൂടെ എന്തൊക്കെ പോരുന്നു എന്നുള്ളത് അവന് വിഷയമല്ല. उसके साथ क्या क्या आ रहा है वो उससे बड़ी बात नहीं थी। ആരൊക്കെ അവനോടൊപ്പം ഉണ്ടെന്നുള്ളത് അവന് വിഷയമല്ല. और कौन कौन उसके साथ आ रहा है वो बड़ी बात नहीं थी। എന്തൊക്കെ അവനെ കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ളത് വിഷയമല്ല. क्या क्या ले जा सकता है वो भी बड़ी बात नहीं എവിടെ थी। പാർക്കും എന്നുള്ളത് അവന് വിഷയമല്ല. और कहाँ पर रहेगा वो भी बड़ी बात नहीं थी। എവിടേക്കാണ് പോകുന്നത് എന്നവന് വിഷയമല്ല. और किधर जा रहा है वो भी बड़ी बात नहीं थी। ഒരു കാര്യം അബ്രഹാമിനറിയാം, എന്നോട് കൽപ്പിച്ചവൻ സർവശക്തനായ ദൈവമാണ്. लेकिन अब्राहम एक बात जानता था कि उसको बात करने वाला सर्वशक्तिमान परमेश्वर है എന്നോട് കൽപ്പിച്ചവൻ സർവജ്ഞാനിയായ और ദൈവം. उससे बात करने वाला सर्वज्ञानी परमेश्वर है എന്നോട് കൽപ്പിച്ചവൻ സർവത്തിന്റെയും അധികാരിയായ ദൈവമാണ്. और उसको आज्ञा देने वाला परमेश्वर सभी के ऊपर परमेश्वर है। ഹല്ലേലൂയ. എന്റെ ബന്ധുക്കളെക്കാൾ, എന്റെ രക്തബന്ധങ്ങളെക്കാൾ, എന്റെ ദേശക്കാരെക്കാൾ, ചാർച്ചക്കാരെക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ ഞാൻ അനുസരിക്കേണ്ടതും ചെവി കൊടുക്കേണ്ടതും എന്നോട് കൽപ്പിച്ച ദൈവശബ്ദത്തിന് വേണ്ടിയാണ്. और मेरे रिश्तों वाले, मेरे पहचान वालों से, मेरे सखे वालों से, मेरे रिश्तों में जो है उन सबसे ज्यादा मुझे उनसे बात करने वाले परमेश्वर के वचन को मुझे ज्यादा आदर देना है। നോക്കണമേ, ലോത്തും അബ്രഹാമും തമ്മിൽ പിരിയുന്ന ഒരു രംഗം നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. लोत और अब्राहम जो सब तक साथ में सफर कर रहे थे यहाँ पर बिछड़ रहे हैं। അവിടെ ലോത്ത് നീരോട്ടമുള്ള ദേശം തിരഞ്ഞെടുത്തവൻ ആമേൻ അവിടേക്ക് മാറിയെന്നാണ് കാണുവാൻ കഴിയുന്നത്. लोत के बारे में देखते हैं कि अच्छा पानी होने वाले जगह को देखकर वो उस तरफ बढ़ गया। ആടുമാടുകളെ വളർത്തുവാൻ പറ്റിയ ദേശം, और भेड़ बकरों के लिए अच्छा देश, പട്ടണങ്ങൾ പണിയുവാൻ പറ്റിയ ദേശം, शहर बांधने के लिए अच्छा देश, നന്മ പ്രാപിക്കുവാൻ കഴിയുന്ന ദേശം, भलाई मिलने के लिए अच्छा देश, മാനുഷികമായ അവരുടെ ഒബ്സർവേഷനിൽ അവന് നല്ലതെന്ന് തോന്നിയ ദേശം ലോത്ത് തിരഞ്ഞെടുത്ത് അവൻ അവിടേക്ക് മാറുവാനിടയായി. एक इंसान के रूप में उसे वो देश बहुत ही फायदेमंद लगा। ഹല്ലേലൂയ. കാരണം ദൈവശബ്ദം കേട്ടത് അബ്രഹാമാണ്. क्योंकि परमेश्वर की आवाज अब्राहम ने सुना। ദൈവശബ്ദം കേട്ട അബ്രഹാമിന്റെ കൂടെ പുറപ്പെട്ടവനാണ് ലോത്ത്. लेकिन अब्राहम के साथ निकला हुआ इंसान था लौत। അവൻ താൽക്കാലിക നന്മകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ മതിമറന്ന് അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവൻ ഡൈവേർട്ട് ആകുവാനിടയായി. बस कुछ समय के लिए रहने वाले धन संपत्ति को देखकर वो अपने लक्ष्य से भटक गया। എന്നാൽ ദർശനം പ്രാപിച്ച അബ്രഹാം, लेकिन दर्शन पाने वाला अब्राहम, ദൈവശബ്ദം കേട്ട അബ്രഹാം, परमेश्वर की आवाज सुनने वाला अब्राहम ഹല്ലേലൂയ, ദൈവത്തെ അനുസരിച്ച് പുറപ്പെട്ടതായ അബ്രഹാം, और परमेश्वर की बात मानने वाला अब्राहम ഈ ലോകത്തിലെ നന്മകളൊന്നും അവന്റെ കണ്ണിൽ ഉടക്കുവാനിടയായില്ല. ये दुनिया की धन संपत्ति जो है उसके आंखों को जो है अंधा नहीं करता। അവൻ ഈ ലോകത്തിലെ ധനസമ്പത്തികളെ അല്ല പ്രധാനമായി കണ്ടത്. उसने इस दुनिया की धन संपत्ति को नहीं देखा। ഇബ്രാഹിം കർത്താവ് പറയുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള ആ മനോഹരമായ പട്ടണത്തിന് വേണ്ടി പ്രത്യാശയോടെ യാത്ര ചെയ്ത ഒരു ഭക്തനായിരുന്നു അബ്രഹാം. और परमेश्वर अपने खुद के हाथों से बांधने वाले शहर के लिए नजर टाकते हुए चलने वाला इंसान था इब्राहिम। അവൻ കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് വായിക്കുന്നത്. और लिखा है कि वो तंबुओं में रहता था। ലോത്ത് പട്ടണത്തിൽ പാർക്കുമ്പോൾ और जब लोग बड़े बड़े शहर में അവൻ रहता था, അബ്രഹാം കൂടാരത്തിൽ പാർത്തു. अब्राहम जो है तंबुओं में रहता അവൻ കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിച്ചവൻ യാത്ര ചെയ്തു. और तंबुओं को जो है हटा हटा कर जो है उसमें रहने ഒരു लगा। പരദേശിയായി അവന്റെ ജീവിതം മുഴുവൻ അവൻ കഴിക്കുവാൻ ഇടയായി തീർന്നു. एक परदेसी के रूप में सारी जिंदगी बिताई। ഹല്ലേലൂയ. കാരണം അബ്രഹാമിന് മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. क्योंकि अब्राहम के सामने एक लक्ष्य था। അബ്രഹാം കേട്ട ഒരു ദൈവശബ്ദമുണ്ട്. अब्राहम सुनने वाले परमेश्वर की आवाज। അബ്രഹാം പ്രാപിച്ച ഒരു വാഗ്ദത്തമുണ്ട്. अब्राहम ने पाया हुआ एक वायदा था। അതിന്റെ പൂർത്തീകരണമായിരുന്നു അബ്രഹാമിന്റെ ഏകവും പ്രത്യക്ഷവും അല്ലെങ്കിൽ ഏകമായ ലക്ഷ്യമെന്ന് പറയുന്നത്. और उसको पूरा करना ही अब्राहम का एक लक्ष्य था। അതിനുവേണ്ടിയാണ് അബ്രഹാം യാത്ര ചെയ്യുവാൻ. उसके लिए अब्राहम ने सफर किया। അതിനുവേണ്ടിയാണ് അവൻ പലതും ഉപേക്ഷിക്കുവാൻ. उसके लिए अब्राहम ने बहुत कुछ छोड़ा। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി മാറുവാനിടയായി. इसके लिए अब्राहम परमेश्वर का अच्छा दोस्त बना। അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പേറുന്ന ഒരു വ്യക്തിയായി इसके മാറുവാനിടയായി. लिए वो अब्राहम परमेश्वर के वादा पाने वाला एक इंसान बना। Praise the Lord. हालेलुया। ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ,
അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ ഇറങ്ങിത്തിരിപ്പും തങ്ങളുടെ ദർശനവും തങ്ങളുടെ ലക്ഷ്യവും ഒക്കെ വിട്ട് ഈ ലോകത്തുള്ള പല നന്മകളിലേക്കും തിരിഞ്ഞിട്ട് ദൈവത്തെ മനസ്സോടെ ഉപേക്ഷിച്ച് കളഞ്ഞ ചരിത്രങ്ങൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. और ये दर्शन पाकर और ये जो कुछ भी पाया, ये जो उद्धार पाया, दर्शन पाया है, ये सब छोड़कर दुनिया में निकल जाने वाले कई लोगों को वचन में भी देख सकते हैं और आज के समय में भी देख सकते हैं. ഒരിക്കൽ ദൈവമായി ഉടമ്പടി ചെയ്ത പല പ്രിയപ്പെട്ടവരും एक समय परमेश्वर के साथ समर्पण करने वाले ഒരിക്കൽ ആരാധനയ്ക്ക് വേണ്ടി വ്യഗ്രത കാണിച്ച പല और പ്രിയപ്പെട്ടവർ आराधना के लिए बहुत ही उत्साह दिखाने वाले लोग അവൻ ഒരിക്കൽ ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിച്ച പലരും और विश्वास योग्यता के साथ प्रभु की आराधना करने സത്യ वाले ആരാധനക്കാരായിരുന്ന പലരും और सच्चाई में आराधना करने वाले ഇന്ന് ലോകത്തിന്റെ പല നാടിമോടികളിലും നന്മകളിലും സ്ഥാനമാനങ്ങളിലും ആമേൻ തിരക്കുള്ളവരായി ബന്ധപ്പാടുള്ളവരായി അതിൽ കണ്ണുടക്കി തങ്ങളുടെ ജീവിതം ദൈവത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്ന അനുഭവങ്ങൾ ആമേൻ സാധാരണയായി നാം കാണാറുണ്ട്. लेकिन अपनी नजरों को इस दुनिया की चीजों में बसाकर परमेश्वर से अपने दिल को चुराने वाले कई लोगों को देखा है. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജോലി ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമാകരുത്. इसके लिए हमारा काम कभी परमेश्वर की आराधना के खिलाफ ना बने. നിങ്ങളുടെ ലോകബന്ധങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമാകരുത്. हमारी दुनिया के रिश्ते परमेश्वर की आराधना के खिलाफ ना बने. നിങ്ങളുടെ ബന്ധങ്ങളും കുടുംബങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയുള്ളതായ റിലേഷൻസ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമായി മാറരുത്. और इस दुनिया के हमारे रिश्ते भी परमेश्वर की आराधना के खिलाफ ना बने. നിങ്ങളുടെ കുടുംബം ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി हमारा മാറരുത്. परिवार भी परमेश्वर की आराधना के खिलाफ ना നിങ്ങളുടെ बने. കുഞ്ഞുകുട്ടികൾ ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമായി हमारे മാറരുത്. बच्चे आराधना के खिलाफ ना बने. നിങ്ങളുടെ സമ്പത്ത് ദൈവത്തെ ആരാധിക്കുന്നതിന് हमारी തടസ്സമാകരുത്. धन संपत्ति परमेश्वर की आराधना के खिलाफ ना बने. ഹല്ലേലൂയ. ദൈവിക വെളിപ്പാട് പ്രാപിച്ച മോശയെ പോലെ ആമേൻ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പറയുവാൻ കഴിയണമില്ല, ദൈവത്തെ ആരാധിക്കുന്നതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം, അതുവരെയും ഞങ്ങൾ ഈ ലക്ഷ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. और दर्शन पाने वाले मूसा के समान हमारा भी वचन यही होना चाहिए कि परमेश्वर की आराधना ही हमारा मकसद है. तब तक हम इसके लिए बाट जोते रहेंगे. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാനും ശോധന ചെയ്യുവാനും ഇടയാകട്ടെ. इसके लिए आज हम अपने आप को जरा जांच कर देंगे. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ടെങ്കിൽ, क्या परमेश्वर के रिश्ते से अगर हम अलग हो गए तो, ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ട്, और परमेश्वर से जो भी हमने वादा कहा था वो अगर उससे दूर हुए, വിശ്വസ്തയോടെ ദൈവത്തെ വേർപെട്ട് ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട നീ പലരും ആമേന്റെ ജീവിതം തടസ്സപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ആരാധന തടസ്സപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, और परमेश्वर के साथ रिश्ते में और आराधना में अगर कमी हो गई है तो ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവിനായിട്ടുള്ള ഒരാഹ്വാനമാണ്. इसके लिए आज लौट आने के लिए ये वचन कहता है. ഇന്ന് പകൽക്കാലം ഒരു മടങ്ങി വരവിനായിട്ടുള്ള ആഹ്വാനമാണ്. इसके लिए लौट आने के लिए ये वचन कहता है. എന്നെ അടിമകളാക്കുന്ന മണ്ഡലങ്ങളെ തിരിച്ചറിയുവാനിടയാകട്ടെ. तुम्हें जहाँ पर गुलाम बनाकर रखा है उसे पहचान लो. അടിമകളാക്കുന്ന ശക്തികളെ തിരിച്ചറിയുവാനിടയാകട്ടെ. गुलाम बनाने वाले शक्तियों को जान लो. അടിമകളാക്കുന്ന തന്ത്രങ്ങളെ और തിരിച്ചറിയുവാനിടയാകട്ടെ. गुलाम बनाने वाले चालाकी को जान लो. അതിന്റെ മേൽ പൂർണ്ണ ജയം പ്രാപിക്കുവാനിടയാകട്ടെ. और उसके ऊपर पूरी जीत पाने के लिए प्रभु ഹല്ലേലൂയ. हालेलुया. അവൻ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ പൂർണ്ണമായി ദൈവത്തെ ആരാധിപ്പാൻ മരുഭൂമിയിലേക്ക് മോശയുടെ നേതൃത്വത്തിൽ യാത്ര തിരിക്കുവാനിടയായി. इसके लिए इसराइल के लोग एक दिन का भी पीछे छोड़े बिना सब कुछ बटोर कर मूसा के पीछे परमेश्वर की आराधना के लिए निकल गए. ദൈവ ശബ്ദത്തിന് വേണ്ടി ആമേൻ പുറപ്പെട്ടതായ ജനത്തെ 40 വർഷങ്ങൾ മരുഭൂമിയിൽ ദൈവം ക്ഷേമമായി പുലർത്തുവാനിടയായി. और परमेश्वर की आवाज सुनकर निकलने वाले इसराइल के लोगों को 40 साल परमेश्वर ने अच्छे से संभाला. അതുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയ ദൈവപൈതലേ, സാഹചര്യങ്ങളുടെ ആമേൻ വശീകരണത്തിൽ നിന്ന് നീ പൂർണ്ണമായി പുറത്തു വന്നിട്ട് ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, അനുസരിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, ദൈവിക പദ്ധതിയിലേക്കും ഹിതത്തിലേക്കും ചെല്ലുവാൻ തയ്യാറാകുന്നെങ്കിൽ, നിന്നെ കരുതേണ്ടതായ വഴികളും സ്വർഗത്തിലെ ദൈവം തന്നെ ഒരുക്കുവാനിടയായി ചെയ്യും. अगर परमेश्वर की आवाज सुनकर निकलकर तुम्हारे गुलामी से और दुश्मन के चंगुल से और सारे तुम्हें वश में लाने वाले हर एक चीज से तुम बचकर बाहर आकर उसकी वचन को सुनते हो तो आगे चलाने की जिम्मेदारी भी परमेश्वर लेता है. അത് മരുഭൂമിയാണെങ്കിലും ദൈവം ഒരുക്കും. भले वो रेगिस्तान है परमेश्वर तैयार അത് कर. സാധ്യതകളൊന്നുമില്ലാത്ത ഇടത്താണെങ്കിലും ദൈവം ഒരുക്കും. अगर असंभव हो फिर भी परमेश्वर वहां पर संभव करेगा. ഹല്ലേലൂയ. 40 വർഷങ്ങൾ ഇസ്രായേൽ ജനത്തെ നടത്തിയ ചരിത്രം എത്ര മനോഹരമായിട്ടാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. और पिछले
40 साल परमेश्वर ने इसराइल के लोगों को जिस तरह चलाया, बहुत ही सुंदर तरीके से प्रभु वाले चलाया മല്ലന്മാരുടെ ആഹാരം അവർക്ക് നൽകി, और बड़े योद्धाओं का खाना उनको दिया പക്ഷിയെ നൽകി, और उनको मांस दिया പാറയിൽ നിന്ന് വെള്ളം നൽകി, और चट्टान तोड़कर पानी दिया ആമേൻ കൈപ്പായുള്ളത് മധുരമാക്കി നൽകി, और जो खरा था उसे मीठा कर അവരുടെ दिया വസ്ത്രം ചീർണിക്കാത്തതയും और സൂക്ഷിച്ചു, उनके कपड़े खराब नहीं അവരുടെ हुए കാലുകൾ വീങ്ങാത്തതയും और उनके സൂക്ഷിച്ചു. पैर सूजे नहीं അവരുടെ നടുവിലുള്ള ബലഹീനതകളെ അകറ്റി അവരെ ബലപ്പെടുത്തി നടത്തുവാനിടയായി. और उनके कमजोरियों को हटाकर सामर्थ्य बनाया ചൂടേറിയ മരുഭൂമിയിൽ അവർ കരിഞ്ഞു പോകാതെ തളർന്നു പോകാതെ മേഘം അവർക്ക് മീതെ വിരിക്കുവാനിടയായി. और रेगिस्तान की गर्मी में वो थक ना जाए इसके लिए बादल को उनको छाप दिया മരുഭൂമിയുടെ അന്ധകാരം അവരെ അവരുടെ കാലിൽ ഡെറിപ്പോകാതെ അഗ്നിസ്തംഭമായി അവർക്ക് വേണ്ടി കടന്നു വരുവാനിടയായി. और रेगिस्तान का अंधकार उन्हें भटका ना दे इसके लिए आग का खंभा बनकर उनके बीच എത്ര ऊपर എത്ര അത്ഭുതങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിപ്പാനിടയായി. ऐसे कितने चमत्कारों का वो साक्षी बने അവരുടെ മുൻപിൽ വന്ന മരണ യോർദാനെ വിഭജിച്ച് അവരെ അക്കരയ്ക്ക് കൊണ്ടുപോകുവാനിടയായി. और मृत्यु के रूप में आने वाले योर्दन नदी को भी जो है रोक कर उन्हें दूसरे पार ले गया യാത്രയ്ക്ക് തടസ്സമായി നിന്ന ചെങ്കടലിനെ വിഭജിക്കുവാനിടയായി. और उनके सफर में बाधा बनने वाले लाल समुद्र को 2 भागों में बांट दिया അവരുടെ മുൻപോട്ടുള്ള ഗമനത്തിൽ തടഞ്ഞ യെരിഹോ മതിലുകളെ അവൻ ഇടിച്ചു മാറ്റുവാനിടയായി. और उनके खिलाफ रुकने वाले यरीहो के बड़े शहरपना को तोड़ दिया അവരുടെ വാഗ്ദത്ത ദേശത്ത് അവകാശം പറഞ്ഞിരുന്ന ശത്രു രാജാക്കന്മാരെയും ജാതികളെയും നീക്കി കൊടുക്കുവാനിടയായി. और उनके वादे वाले देश में हक जमाने वाले बाकी राजा और देशों को वहां पर उनको नाश कर दिया എത്ര എത്ര അത്ഭുതങ്ങൾ അവർക്കായി ദൈവം ചെയ്തു. और कितने अद्भुत कार्य परमेश्वर ने उनके लिए किए എവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വമുള്ള കരം നീട്ടുവാനിടയായി. और हर जगह पर परमेश्वर ने अपने चमत्कारिक हाथ बढ़ाया ഒരൊറ്റ കാര്യം, सिर्फ एक बात അവർ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി. पूरे मन से परमेश्वर की बात सुनने के लिए तैयार हो गए ആമേൻ. പ്രതിസന്ധികളെ ശത്രുവിൻ്റെതായ തടസ്സവാദങ്ങളെ അതിജീവിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഈ ജനം പുറപ്പെടുവാനിടയായി. और भले हालात कैसे हो भले बहुत सारे मुश्किल हो लेकिन परमेश्वर की आराधना के लिए ये लोग निकल पड़े പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ इसके लिए मुझे सुनने वाले लोग ജീവിതത്തിലുള്ള ഏത് വെല്ലുവിളികളെയും ആമേൻ നിങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, ആരാധനയുള്ള ബന്ധത്തിലുള്ള ഏത് വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സാമീപ്യം നിങ്ങളുടെ ജീവിത അന്ത്യം വരെയും നിങ്ങൾക്ക് അനുഭവിപ്പാനിടയാകും. अगर आराधना के विषय में जो भी चुनौती तुम्हारे खिलाफ आते है अगर उसके खिलाफ तुम लड़ने के लिए तैयार हो जाओ परमेश्वर का सामर्थ्य तुम्हारे साथ होगा കാരണം നീ ആരാധിക്കുന്നത് ജീവനില്ലാത്ത ഒരുവനെയല്ല, क्योंकि तुम जो आराधना करते हो किसी मरे हुए मूर्ति की നീ नहीं ജീവനില്ലാത്ത ഒന്നിനെയല്ലേ ആരാധിക്കുന്നത്, तुम किसी मरे हुए मूर्ति की आराधना नहीं ജീവനുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. तुम एक जीवित परमेश्वर की आराधना करते സർവശക്തനായ ദൈവത്തെയാണ് हो ആരാധിക്കുന്നത്. सर्वशक्तिमान परमेश्वर की आराधना करते हो സർവാധികാരിയായ ദൈവമാണ്, അവനെയാണ് നീ ആരാധിക്കുന്നത്. सर्वाधिकारी परमेश्वर की आराधना करते हो സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ കർത്താവിനെയാണ് നീ ആരാധിക്കുന്നത്. स्वर्ग और धरती के ऊपर मालिक होने वाले परमेश्वर അവന്റെ അധികാരവും അവന്റെ ആധിപത്യവും ഭൂമിയും സ്വർഗവും ഭൂമിയും സകല ആമേൻ ഉലകമേൻ ലോകം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. और उसकी जो अधिकार है सारे स्वर्ग धरती हर जगह पर है ആമേൻ ഉലകിലും നിറഞ്ഞു നിൽക്കുന്നതാണ് അവന്റെ അധികാരം. और सारे धरती सारे ब्रह्मांड में उसको जो है नियंत्रण है അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുന്നതിൽ മടി കാണിക്കും. इसके लिए उस परमेश्वर की आराधना करने में हम पीछे न हटे പകൽക്കാലം നമ്മുടെ ആരാധനയെ ഒന്നുകൂടെ നമുക്ക് വിചിന്തനം ചെയ്യാം. इसके लिए हमारे आराधना किस तरह है हम जरा जांच करते സവാദങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്റെ ജയം പ്രാപിക്കാം. हैं और जो भी रोक टोक है उसको पहचान कर उसके ऊपर जीत पाए ശത്രു കൊണ്ടുവരുന്ന തടസ്സങ്ങളെ ഒന്നൊന്നായി തിരിച്ചറിഞ്ഞ് ദൈവജനം അതിൽ ജയം പ്രാപിച്ച് സത്യ ആരാധനക്കാരായി നിലനിൽക്കുവാനിടയാകും. और हमारे आराधना के लिए दुश्मन लाने वाले हर एक षड्यंत्र को जानकर उसके ऊपर जीतने के लिए प्रभु मदद करे വാഗ്ദത്ത നാട്ടിലെത്തുന്നവരെയും ദൈവകരത്തിനെ നയിക്കുവാൻ, और वायदे के देश पहुंचने तक प्रभु का हाथ चलाते रहे വാഗ്ദത്ത നാട്ടിലെത്തുന്നവരെയും ദൈവത്തിന്റെ കരുതൽ നിനക്ക് അനുഭവിപ്പാൻ, और वायदे के देश में पहुंचने तक प्रभु के देखभाल को तुम महसूस करते रहो വാഗ്ദത്ത നാട്ടിലെത്തുന്നവരെയും നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന സകല ആയുധങ്ങളെയും അവൻ നിർവീര്യമാക്കുവാനിടയായി. और वायदे के देश में पहुंचने तक दुश्मन के हर एक हथियार बेकार जाए ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നോർത്ത് നിരാശപ്പെടേണ്ടതില്ല. लेकिन तुम अकेले हो ये सोचकर निराश ना होना നിന്നോടുകൂടെ ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവം എന്നും ജീവിക്കും. तेरे साथ तेरे उतरने वाले परमेश्वर आज भी जीवित है ഹല്ലേലൂയ. നിന്റെ ആരാധന മുറിയിൽ ഇറങ്ങി വരുവാൻ ദൈവം ശക്തനാണ്. तेरे आराधना भवन में उतरने के लिए प्रभु तैयार है നിന്റെ യാഗപീഠത്തിന്മേൽ ഇറങ്ങി വരുവാൻ ദൈവം तेरे ശക്തനാണ്. बलिदान के ऊपर उतरने के लिए वो सर्वशक्ति അത് മോറിയ മലയിൽ പോലും വെളിപ്പെട്ട ദൈവമാണ്. മോറിയ മലയിൽ और പോലും मोरिया വെളിപ്പെട്ട पर्वत के ऊपर वो प्रकट हुआ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് കടന്നു വരുവാൻ കഴിയും. हमारे जीवन के हर एक माहौल में वो उतर सकता है ഇന്ന് പകൽക്കാലം ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
സമർപ്പിക്കാം, ഹൃദയമായി പ്രാർത്ഥിക്കാം. हम उसके हाथ में अपने आप को समर्पित करें, प्रार्थना करें। പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, हे स्वर्गीय परमेश्वर, पवित्र पिता, ഗ്രഹിക്കപ്പെട്ടതായ നല്ല പകലിനായി വാഴ്ത്തു. अच्छे सुबह के लिए धन्यवाद, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. तेरे वचन के लिए धन्यवाद। ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ എല്ലാ ശുശ്രൂഷകളും അങ്ങ് ആദരിച്ചല്ലോ. इस आराधना के हर एक सेवका को तूने आदर किया। കർത്താവേ, അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. गाना गाकर आराधना करने के लिए, कई विषयों के ऊपर प्रार्थना करने के लिए मदद की। വചനത്തിലുള്ള ദൈവീയ ശബ്ദവും ദൈവഹിതവും ഞങ്ങൾക്ക് തിരിച്ചറിയുവാനിടയായി. तेरे वचन के द्वारा तेरी आवाज को और तेरे हित को पहचानने का मौका ഞങ്ങൾ मिला। സത്യാരാധനക്കാരായിരിക്കട്ടെ. हम सच्चे भक्त बने। അതിന് വിരോധമായി വരുന്ന എല്ലാ എതിർപ്പുകളെയും ശത്രുവിന്റേതായ ആ പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ കൃപ തരണം. उसके खिलाफ आने वाले हर एक चीज को खिलाफ हटने के लिए हमें मदद की। ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് തടസ്സങ്ങളെയും അതിജീവിക്കുവാനുള്ളതായ ആത്മീയ ദർശനത്തെയും ഞങ്ങൾക്ക് തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. और जो भी बाधा है इसके ऊपर जीतने के लिए तू हमें एक आत्मिक दर्शन दे। കർത്താവേ, ഞങ്ങളുടെ സമർപ്പണത്തിന്റെ മേൽ, ഞങ്ങളുടെ അനുസരണത്തിന്റെ മേൽ അങ്ങയുടെ ബലമുള്ള കരം നീട്ടി ഞങ്ങളെ ആദരിക്കുന്നു. हमारे समर्पण और हमारे बात मानने की जो मन है उसके ऊपर तेरा हाथ बढ़ा कर हमें बल दे। ഞങ്ങൾ എല്ലാവരും ദൈവകരങ്ങളിലൂടെ സമർപ്പിക്കുന്നു. सबको और एक बार तेरे हाथ में सौंप ഇന്ന് दे। പകൽക്കാലം आज के सुबह ഈ ആരാധന സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ इस आराधना में भाग लेने वाले हर एक लोगों को ജീവിതത്തിൽ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരാരാധനയുടെ അന്തരീക്ഷത്തിലേക്ക് നയിക്കപ്പെടട്ടെ, ദൈവകൃപ അനുഭവിക്കട്ടെ. और एक आजाद होने वाले आराधना में ले चल, आशीष दे। യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. यीशु के नाम से हर एक रोक टोक हट जाए। ശത്രുവിന്റെ എല്ലാ തടസ്സവാദങ്ങളും മാറിപ്പോകട്ടെ. दुश्मन के हर एक रोक टोक के कारण हट जाए। ദൈവജനത്തിന്റെ മേൽ ദൈവിക ധൈര്യം വന്നു ചേരട്ടെ. परमेश्वर के लोगों के अंदर एक धीरज आ पहुंचे ദൈവിക അഭിഷേകത്താൽ ദർശനത്താൽ ജനം മുന്നേറട്ടെ. और अभिषेक के साथ, दर्शन के साथ ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കേണ്ടത് പോലെ ആരാധിപ്പാൻ ജനത്തിന് കഴിയട്ടെ. और जिस तरह आराधना करना चाहिए वैसे आराधना करने के लिए मदद എല്ലാ कर। പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക്. हर एक महिमा आदर ഈ तुझे। ആരാധന സംബന്ധിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. यह आराधना भाग लेने वाले हर एक को तेरे हाथ में दे। പാപവും പരീക്ഷയും നിറഞ്ഞ ലോകത്തിൽ ആവശ്യമായ ദൈവകൃപ തന്ന് ഞങ്ങളെ ആദരിക്കണം. पाप और परीक्षा से भरे हुए इस दुनिया में आदर दे। എല്ലാ പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. हर एक प्रशंसा तुझे यीशु के नाम से। ആമേൻ. ആമേൻ. കർത്താവായ യേശുവിന്റെ കൃപ നാം ഏവരോടും ലോകമെമ്പാടുമുള്ള സ്ത്രീയിലെ വിശുദ്ധന്മാരോടും ഇപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Amen. Hallelujah. Praise the Lord. God Praise bless God. you. परमेश्वर आपको आशीष दे।